ഇതിലിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഒരു ചാറ്റ് പിടിച്ചു. ഏതോ ഒരു ചെറുപ്പകാലത്ത് ഭർത്താവ് ഒരു അന്യ സ്ത്രീയുമായി ചാറ്റ് ചെയ്തു. അത് കണ്ടു എന്ന് വെക്കുക. അത് കണ്ടു, അവൾ പിടിച്ചു, കയ്യോടെ പിടിച്ചു. ഭർത്താവ് തെറ്റുതിരുത്തി മാപ്പ് പറഞ്ഞു. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞിട്ടും ഇവള് ഉറങ്ങണില്ല. ഇവൾക്ക് ടെൻഷൻ. എൻ്റെ ഇക്കാക്ക് ഇപ്പോഴും ചാറ്റ് ചെയ്യായിരിക്കും. മുപ്പരോടെ കൂർക്കം വലിച്ച് ഉറങ്ങായിരിക്കും. എന്നാലും എൻ്റെ ഇക്കാക്ക പുതപ്പിൻ്റെ അടിയിൽ നിന്ന് ചാറ്റ് ചെയ്യുന്നുണ്ടോ, എൻ്റെ ഇക്കാക്ക ഫോൺ എടുക്കുമ്പോൾ അവിടെ ചാറ്റ് ചെയ്യണോ? ഈ ഒരു സംശയരോഗത്തിലേക്ക്, ഈ ഒരു വിഷയത്തിലേക്ക്, അതായത് ഈ സ്ത്രീകൾക്ക് പെട്ടെന്ന് വിട്ടുവീഴ്ച മനോഭാവം വളരെ കുറവാണ്. പുരുഷന്മാരെ പോലെയല്ല. പുരുഷന്മാരിൽ ഇപ്പോൾ രാവിലെ തല്ലുപിടിക്കും, ഉച്ചയാകുമ്പോൾ കൂടും. പക്ഷേ സ്ത്രീകൾക്ക് പുറത്തു കൊടുക്കാൻ വലിയ പ്രയാസമാണ്. ഈ ഒരു വലിയ ഭാരവും ചുമന്ന് ഇങ്ങനെ നടന്ന് ഇവരുടെ ശരീരം തളരും, ഡിപ്രഷനിലേക്ക് പോകും, ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലായി ഉരുകി ഇവർ തീരും. അതിനെന്ത് ചെയ്യണം? നിങ്ങളിതൊക്കെ മറക്കാൻ ശ്രമിക്കും മനുഷ്യരെ. നിങ്ങൾ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കിയിട്ട് ആ ഭാരമുള്ള കൊട്ടയൊന്ന് തലയിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് നിങ്ങളൊന്ന് ഫ്രീ ആയില്ല എങ്കിൽ ലാസ്റ്റ് നിങ്ങളെ ഒറ്റപ്പെടുള്ളൂ. നിങ്ങൾ രോഗിയായ ഒരു മൂലക്കിരിക്കേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അടിച്ചു പൊളിച്ച് നടക്കായിരിക്കും. പറയുന്ന മനസ്സിലാവുന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അതായത് ഒരു തെറ്റ് സംഭവിച്ചു, ഒരു പ്രയാസം ഉണ്ടായി, അത് മനസ്സിൽ നിന്ന് മാറ്റിക്കളയാൻ ശ്രമിക്കുക. നമ്മളായി നിലനിൽക്കാൻ പഠിക്കുക.